പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്. അത്ഭുതങ്ങളുടെ കലവറ നിറഞ്ഞ ഒരു സൂറത്താണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ്. നമുക്കൊക്കെയും സുപരിചിതമായ ഒരു സൂറത്താണ്. വളരെയേറെ അനുഗ്രഹങ്ങൾ നിറയ്ക്കപ്പെട്ട ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. സ്വർഗവാസികളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ വെച്ച് ദിനേന ഇങ്ങനെ ഓതിക്കൊണ്ട് നടക്കുന്ന 4 സൂറത്തുകളുണ്ട്. കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല. സ്വർഗവാസികൾ ഒരുപാട് സൂറത്തുകൾ ഓതാറുണ്ട്, പക്ഷെ അധികവും ധാരാളമായിട്ട് ഈ 4 സൂറത്തുകളാണ് സ്വർഗവാസികൾ പാരായണം ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഈ 4 സൂറത്തും അത്ഭുതമാണ്. ഏതൊക്കെയാണ് ആ 4 സൂറത്തെന്ന് ഇൻഷാ അല്ലാഹ് വീഡിയോയിലൂടെ പഠിച്ചാലോ? വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ വസിയ്യത്തുകൾ, നിങ്ങളുടെ ദുആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക. വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ മുഴുവനും അള്ളാഹു ശിഫയാക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മനസ്സുകൊണ്ടൊരു ഹംദ് പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് സംരക്ഷണങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് ധാരാളം നിഅമത്തുകൾ തന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഹംദ് പറയുമ്പോൾ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നല്ലൊരു ഹംദ് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അങ്ങനെ മറക്കുന്നവൻ യഥാർത്ഥ അടിമയല്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം പുണ്യമാക്കപ്പെട്ട നല്ലൊരു അറിവാണ് പഠിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആനിലെ വളരെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു സൂറത്തുണ്ട് പ്രിയപ്പെട്ടവരെ. വളരെയധികം പ്രസിദ്ധമായ സൂറത്താണ്. ഈ സൂറത്തിനെ കുറിച്ച് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ഈ സൂറത്ത് ഇന്ന ഇന്ന അനുഗ്രഹങ്ങളുള്ള സൂറത്താണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ നടത്തപ്പെടാൻ കഴിവുള്ള സൂറത്താണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ആദ്യമായിട്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് പഠിക്കുന്നതിന് മുമ്പായിട്ട് തീരുമാനമെടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും, ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്, ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് പാരായണം ചെയ്യും എന്നാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. ഉസ്താദെ, ഇൻഷാ അല്ലാഹ് ഞാൻ പാരായണം ചെയ്തോ ഉസ്താദെ, അല്ലെങ്കിൽ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് ഉസ്താദെ, അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ പാരായണം ചെയ്യാം ഉസ്താദെ എന്ന് ഇൻഷാ അല്ലാഹ് കമന്റിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്നറിയൂ പ്രിയപ്പെട്ടവർ. സൂറത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ആ ഉസ്താദെ ഇതായിരുന്നു, നമുക്കറിയുന്ന സൂറത്താണല്ലോ, നമ്മൾ ഓതുന്ന സൂറത്താണല്ലോ. നിങ്ങളൊരു പക്ഷെ ഓതുന്ന സൂറത്തായിരിക്കാം, നിങ്ങൾക്കൊരു പക്ഷെ അറിയുന്ന സൂറത്തായിരിക്കാം. പക്ഷേ അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. അതിൻ്റെ മഹത്വങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. അത്രത്തോളം അനുഗ്രഹങ്ങൾ നിറയ്ക്കപ്പെട്ട സുന്ദരമായ സൂറത്താണ് സൂറത്തു യാസീൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കണം, ഉസ്താദെ യാസീൻ ആയിരുന്ന, അതിനാണ് ഇത്ര ബിൽഡപ്പ് പറഞ്ഞത് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം, സ്വാഭാവികം. പക്ഷേ ഈ സൂറത്തിൻ്റെ അത്രയേറെ അത്ഭുതമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്തിനെ കുറിച്ച് പറഞ്ഞൊരു ഹദീസുണ്ട്. മൻ ഖറഅ സൂറത്ത് യാസീൻ, മൻ ഖറഅ യാസീൻ ഇദാ അസ്ബഹ. പ്രഭാതമായി കഴിഞ്ഞാൽ, സുബഹിക്ക് ശേഷം പ്രഭാതത്തിൽ ആരെങ്കിലും ഒരാള് സൂറത്തു യാസീൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ലം യസൽ ഫി ഫറഹിൻ ഹത്താ യുംസി. വൈകുന്നേരം വരെ, അന്നേ ദിവസം ആ പ്രഭാതം മുതൽ പ്രദോഷം വൈകുന്നേരം വരെ അവൻ സന്തോഷത്തിലായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ അവൻ ആ ദിവസം വിഷമകരമായിട്ടുള്ള, വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ചിന്തിച്ചു നോക്കണം. വലിയ അനുഗ്രഹമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന വലിയ അനുഗ്രഹമാണത്. ഈ സൂറത്ത് യാസീൻ പ്രഭാതത്തിൽ ഓതിക്കഴിഞ്ഞാൽ അന്നേ ദിവസം വൈകുന്നേരം ആകുന്നത് വരെ അള്ളാഹു സന്തോഷം മാത്രമേ തരികയുള്ളൂ.
ഒരു സങ്കടം തരൂല്ല, ഒരു അപകടം തരൂല്ല, ഒരു വിഷമം തരൂല്ല, ഒരു രോഗം തരൂല്ല, ഒരു വേദന തരാതെ അള്ളാഹുവിന്റെ പരിപൂർണ സംരക്ഷണത്തിൽ അള്ളാഹു വൈകുന്നേരം വരെ ആ മനുഷ്യനെ സന്തോഷവാനായ നിലയിൽ എത്തിക്കുന്നതാണ്. ഇനി ആ ഹദീസിന്റെ ബാക്കി ഭാഗം നോക്കിയേ. വമൻ ഖറഅഹ ഇദാ അംസി, ഇനി ഒരാൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ സൂറത്ത് ഓതുകയാണ്, യാസീൻ സൂറത്ത് ഓതുകയാണ്. ലം യസൽ ഫി ഫറഹിൻ ഹത്താ യുസ്ബിഹ, ആ സമയത്ത് ആ രാത്രി വൈകുന്നേരം ഓതിയത് മുതൽ പ്രഭാതം വരെ, പിറ്റേ ദിവസം പ്രഭാതം വരെ ആ മനുഷ്യൻ സന്തോഷത്തിലായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചൊക്കെ, വലിയ ഖൈർ കിട്ടുന്ന, വലിയ സന്തോഷം ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വെറുതെ ഒരു പേരിന് വേണ്ടി സൂറത്തു യാസീൻ ഓതുക എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ. നല്ല തജ്വീദോടുകൂടി തെറ്റില്ലാതെ ഓതുമ്പോൾ പരമാവധി ആരും കാണാതെ കരയാൻ കഴിയെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ ഓർത്തിട്ടാണെങ്കിൽ അങ്ങനെ ഓർത്തിട്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ ജീവിതത്തിൽ കൊണ്ടുവരിക, ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും. അങ്ങനെ കൊണ്ടുവന്നാൽ ലഭിക്കപ്പെടുന്ന പ്രതിഫലമാണ് ഈ പറഞ്ഞത്. നബി തങ്ങൾ പറയുന്നു, രാവിലെയാണ് സൂറത്ത് യാസീൻ ഓതുന്നതെങ്കിൽ രാത്രി വരെ, വൈകുന്നേരം വരെ ആ മനുഷ്യനിക്ക് സന്തോഷമാണ്. വൈകുന്നേരമാണ് ഓതുന്നതെങ്കിൽ പിറ്റേന്ന് പ്രഭാതം വരെ ആ മനുഷ്യന് സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ഈ സന്തോഷം തരട്ടെ പ്രിയപ്പെട്ടവരെ. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണോ അത് ഓതുന്നത് അത് അതിനുള്ളതാണ്. അതായത് സൂറത്ത് യാസീൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അത് അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മഹാരഥന്മാർ പറയുന്നുണ്ട്. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, അത് എന്തിനു വേണ്ടിയാണ് ഓതപ്പെടുന്നത് അത് അതിനുള്ളതാണ്. അപ്പൊ നമുക്കൊരു വിഷമമുണ്ട്, ആ വിഷമം മാറാൻ സൂറത്ത് യാസീൻ ഓതിയാൽ അത് നടക്കും. ആ വിഷമം അല്ലാഹു തആല മാറ്റിത്തരും. രോഗമാണ്, അത് മാറാനാണ്, അപ്പൊ അതുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ അത് മാറും. എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയാണ് ഓതുന്നതെങ്കിൽ അത് ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തരും. അങ്ങനെ അടങ്ങുന്ന എന്തിനു വേണ്ടിയാണോ സൂറത്ത് യാസീൻ ഓതുന്നത് അത് അതിനുള്ളതാണ്. നാളെ ഖബറിൽ എത്തണം എനിക്കിത് എന്ന നീയത്തിലാണോ ഓതുന്നത് അത് ഖബറിലെത്തും പ്രിയപ്പെട്ടവരെ. സൂറത്ത് യാസീൻ ഖബറിലെത്തും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഖൽബുൽ ഖുർആൻ, ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്ത് യാസീനാണ്. ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട്, ഖുർആനിന്റെ ഹൃദയം സൂറത്ത് യാസീനാണ്. അപ്പൊ ഖുർആനിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കപ്പെടുന്ന സുന്ദരമായിട്ടുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത്. അള്ളാഹു ദിവസവും ഓതാൻ നമുക്കൊക്കെയും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, സ്വർഗവാസികളുണ്ടല്ലോ, സ്വർഗത്തിൽ ഇങ്ങനെ ദിവസവും ഓതി നടക്കുന്ന സ്വർഗവാസികൾ, ഇങ്ങനെ സ്വർഗത്തിലൂടെ വെറുതെ ഇങ്ങനെ ഓതിക്കൊണ്ട് നടക്കുന്ന ഒരു 4 സൂറത്തുകളുണ്ട്. അതിലൊന്നാമത്തെ സൂറത്ത് സൂറത്ത് യാസീനാണ്. ഒന്നാമത്തെ സൂറത്ത് സൂറത്ത് യാസീനാണ്. കാരണം മിൻ അസ്മാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൂറത്ത് യാസീൻ ആരംഭിക്കുന്നത് റസൂലുള്ളാഹിയുടെ പേര് കൊണ്ടാണ്, അല്ലെ? യാസീൻ എന്ന നബിയുടെ പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിന് മഹത്വമുണ്ട്. അത് സൂറത്ത് യാസീൻ സ്വർഗത്തിൽ ഇങ്ങനെ ദിനേന ആളുകൾ ഓതിക്കൊണ്ട് നടക്കുന്ന സൂറത്താണ്. രണ്ടാമത്തെ സൂറത്ത്, സ്വർഗീയവാസികൾ സ്വർഗത്തിൽ വെച്ച് ദിനേന ഓതിക്കൊണ്ട് നടക്കുന്ന രണ്ടാമത്തെ സൂറത്ത് അത് സൂറത്തു തോഹയാണ്. എന്താ കാരണം? മിൻ അസ്മാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കൊണ്ടാണ് തുടങ്ങുന്നത്. തോഹ, തോഹ എന്ന് പറഞ്ഞ നബി തങ്ങളുടെ പേരാണ്. അതുപോലെ മൂന്നാമത്തെ സൂറത്ത് സൂറത്തു മറിയം, സ്വർഗവാസികൾ ഓതിക്കൊണ്ട് നടക്കുന്ന സൂറത്തു മറിയമാണ്. മിൻ അസ്മാഇ സൗജത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാളെ സ്വർഗത്തിലുള്ള പത്നിയാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പറയപ്പെടുന്ന സുന്ദരമാക്കപ്പെട്ട സൂറത്താണ്. നാലാമത്തേത് സൂറത്തു യൂസുഫ് ആണ് പ്രിയപ്പെട്ടവരെ. സൂറത്തു യൂസുഫ്. ഇങ്ങനെ അടങ്ങുന്ന 4 സൂറത്തുകൾ പ്രിയപ്പെട്ടവർ നമ്മൾ പഠിച്ചു. ഈ 4 സൂറത്തും ദിവസവും ഓതാൻ കഴിഞ്ഞാൽ ഓതുക വളരെ ഖൈറാണ്, വളരെ ഖൈറാണ്. സ്വർഗവാസികൾ സ്വർഗത്തിൽ ഓതിക്കൊണ്ട് നടക്കുന്ന സൂറത്താണ്. ഒരുപാട് സൂറത്തുകൾ ഓതുമെങ്കിലും ഈ സൂറത്താണ് അധികമായിട്ട് ഓതാറുള്ളത് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് പഠിച്ച നമ്മുടെ അറിവിൽ അള്ളാഹു സകല ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും വ്യസനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ എടുത്ത് മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്.
അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങൾക്കും പരിഹാരം തരട്ടെ. സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ കുടുംബജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. അമീന യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.